ഗ്രീൻ ബനാന പൊട്ടാറ്റോ കറി, പച്ചക്കായ ഉരുളക്കിഴങ്ങ് കറി. ഒരു അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ഉണ്ടാക്കാൻ ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് ഒരു കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് ആദ്യം ഈ ഉരുളക്കിഴങ്ങും പച്ചക്കായും അതിലിട്ട് ഒന്ന് വേവിപ്പിച്ചെടുത്തു. മൂടി വെച്ച് ഇനി ഇതിലേക്ക് ആവശ്യമായ 2 സവാള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, 4-5 പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഇവയെല്ലാം നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചക്കായും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വേവിപ്പിച്ചെടുക്കണം. സവാള ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേവിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് വേവിപ്പിച്ച് വെച്ച ഉരുളക്കിഴങ്ങും പച്ചക്കായ ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. ഉപ്പിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കണം. ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇത് വെന്ത് വന്നാൽ നമുക്കൊന്ന് മൂടിയൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായ് ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടുണ്ട്. ഇതൊരു അടിപൊളി കറിയാണ്. ദോശ, ചപ്പാത്തി, ചോറ് ഇവയുടെയൊക്കെ കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.